കെട്ടിയുള്ള കൂടെ കിടക്കുന്ന വീഡിയോ അങ്ങോട്ട് ഇടുക. ഇപ്പൊ ദുബായിൽ നിന്ന് വന്നാണല്ലോ, നല്ല കിട്ടും, അതങ്ങോട്ട് ഇടുക. അതുപോലെ തന്നെ അഴിച്ചിട്ടിട്ടുള്ള വീഡിയോ ഇടുക. നല്ല റീച്ചാടാ. അതിന് നിനക്ക് നല്ല ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറേ മണ്ണാർക്കാട്ടത്തെ ആൾക്കാർ എല്ലാ കൂട്ടുകാരന്മാരെയും നീ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുക. എന്നിട്ട് നീ നിന്റെ കെട്ടിയോളെ അങ്ങോട്ട് തുറന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക. യൂട്യൂബിന്റെ ഏറെ പ്രിയപ്പെട്ട, യൂട്യൂബിന് അപമാനമായിട്ട് പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഷാജിദ ഷാജി എന്ന പ്രിയപ്പെട്ട സ്ത്രീയെ നിങ്ങൾ കാരണം കേരളത്തിലെ യൂട്യൂബ് ചാനലുകളുടെ തന്നെ മോണിറ്റൈസേഷൻ യൂട്യൂബ് കട്ട് ചെയ്യുമോ എന്നുള്ളൊരു പേടിയിലിരിക്കുകയാണ് ഞാൻ. നിങ്ങൾ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് നിങ്ങളുടെ ചാനൽ വഴി? ഈ സ്ത്രീയെ അറിയാവുന്ന ആളുകൾ, അവരുടെ പുതിയൊരു ലൈവിൽ ഞാൻ കേട്ടു, അവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആ സ്ത്രീയോട് ചെന്ന് പറയുക. അവർക്ക് വിവരവും വിദ്യാഭ്യാസവും ഇല്ല, മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഓരോ കാര്യത്തെപ്പറ്റി അവരുടെ ലൈവിലൂടെ വിളിച്ചു പോവാൻ ശ്രമിക്കാൻ പറയുക. ഇല്ലെങ്കിൽ നല്ല 8ന്റെ പണി അവർക്ക് കിട്ടും. ഞാൻ അവരെ ഓർത്തിട്ടല്ല ഇത് പറയുന്നത്. 5 പാവപ്പെട്ട പൈതലുകളില്ലേ ആ വീട്ടിൽ, അവരെ നോക്കുന്നത് ഈ ഒരു സ്ത്രീയല്ലേ. ഞാൻ മിക്ക വീഡിയോയിലും പറയുന്നൊരു കാര്യമാണ്. ആ ഒരു കാര്യത്തിൽ മാത്രം ഈ സ്ത്രീയെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യും. 5 പൈതങ്ങളെ നോക്കുന്നുണ്ട്, ചെറിയ കാര്യമൊന്നുമല്ല അത്. പക്ഷേ അതും പറഞ്ഞ് എല്ലാവരുടെയും നെഞ്ചത്ത് കയറാം, വായി തോന്നുന്ന തോന്നിവാസങ്ങളും വൃത്തികേടുകളും ഒക്കെ വിളിച്ചു പറയാമെന്നാണോ? ഇപ്പൊ അവർ ചോദിക്കും, നീയൊക്കെ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? ഞാൻ എൻ്റെ ചാനൽ വഴി എന്തും പറയും. സ്ത്രീയെ, നിങ്ങളുടെ ചാനൽ നിങ്ങളുടെ സ്വന്തം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം. പക്ഷേ യൂട്യൂബ് നിങ്ങളുടെ കുടുംബ സ്വത്തല്ല. ഇവിടെ വന്ന് നിങ്ങൾ കാണിക്കുന്ന തോന്നിവാസങ്ങൾ അത് യൂട്യൂബ് വഴി നമ്മളെല്ലാവരും കാണുമ്പോൾ പ്രതികരിക്കാം. നമ്മുടെ നാട്ടിൽ പ്രതികരിക്കുന്നതിന് ആരും മറ്റേ ഒന്നും മുറിച്ചോണ്ടങ്ങ് പോകത്തൊന്നുമില്ല. മനസ്സിലായില്ലേ? മാന്യമായിട്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളുമായി ബന്ധപ്പെട്ട ചെയ്തിരിക്കുന്ന ഒരൊറ്റ വീഡിയോയിൽ ഒരു മോശമായിട്ടുള്ള വാക്കുകൊണ്ട് പോലും നിങ്ങളെ ഞാൻ വിശേഷിപ്പിച്ചിട്ടില്ല. കാരണം നിങ്ങളൊരു സ്ത്രീയാണ്, 5 കുട്ടികളെ നോക്കുന്നൊരു അമ്മയാണ്. ഐ റെസ്പെക്ട് ദാറ്റ്. പക്ഷെ എന്ന് വെച്ച് കാണിക്കുന്ന എല്ലാത്തിനും ഒന്നും കുട പിടിക്കാൻ പറ്റത്തില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സ്ത്രീയുമായിട്ട് റിലേറ്റ് ചെയ്ത്. ഈ ഒരു സ്ത്രീ ഷെരീഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് കയറി ചെന്ന് അവിടെ കിടന്ന് കാണിക്കുന്ന പരിപാടികൾ നമ്മൾ കണ്ടതാണ് ഇവരുടെ ചാനൽ വഴി. ഷാജിദ, നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ 10 പൈസ നിങ്ങളുടെ ആ ചാനൽ കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലുകൊണ്ടെന്ന് നിങ്ങളുടെ ആ വീഡിയോ കൊണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടാ. ആഡ് സൂട്ടബിലിറ്റി ആണ് അടിച്ചത്. കാരണം അതുപോലുള്ള തോന്നിവാസങ്ങളാണല്ലോ നിങ്ങൾ വിളിച്ച് പറഞ്ഞത് അതിനകത്തൂടെ. അതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പണി കിട്ടി. പക്ഷെ എന്നാലും നമ്മൾ അടുത്ത വീഡിയോ ചെയ്യും. പിന്നെ നിങ്ങളെ റിയാക്ട് ചെയ്യുന്നവർക്കെല്ലാം ഒരുപാട് പൈസ കിട്ടുന്നതൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്കൊണ്ട് വളരെ കുറവാണ് ഷാജിദ. അത്രയ്ക്കും വലിയ പൈസയൊന്നും കിട്ടുന്നില്ല നിങ്ങളുടെ കണ്ടന്റിന്. പക്ഷെ നമ്മൾ ചെയ്യും. കാരണം അതുപോലുള്ള കാര്യങ്ങളല്ലേ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചെറുക്കൻ്റെ വീട്ടിൽ, ഷെരീഫിന്റെ വീട്ടിൽ പോയി അവൻ നിങ്ങളെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ അവനെ തെറി വിളിക്കുക, ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ഇഷ്ടം, അതിൻ്റെ കേസും പോയിട്ട് നിങ്ങൾ പോക്കോ. പക്ഷെ നിങ്ങൾ അവിടെ ചെന്നിട്ട് ആ വീട്ടിലുണ്ടായിരുന്ന 2 പൈതങ്ങളെ വെച്ച് പറഞ്ഞ ഒരു വർത്താനമുണ്ട്. അതിലൊരിക്കലും നിനക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. അതിൻ്റെ പേരിൽ ചൈൽഡ് ഹെൽപ്പ് ലൈനിലൊക്കെ കേസ് പോയിട്ടുണ്ട്. പണി എന്തായാലും വൈകാതെ വരും. ഇനി എന്തായാലും പുതിയ വീഡിയോയിൽ ഷാജിദ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം. എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. പിന്നെ ഷാജിദയുടെ വീഡിയോ കാണിക്കുന്നതിന് മുന്നേ പ്രിയപ്പെട്ടവരെ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്കൊക്കെ തരിക. താഴെ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു സാധനവും കാണും, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഷാജിദയുടെ ലൈവിലുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ കാണിക്കുന്നു. എല്ലാം കാണിക്കാൻ പറ്റത്തില്ല. കാണിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. അതുപോലുള്ള വർത്താനങ്ങൾ അവർ പറയുന്നത്. യൂട്യൂബ് തന്നെ എനിക്ക് പണി തരും. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഈ ഷെരീഫ് എന്ന് പറയുന്ന വ്യക്തി പുതിയൊരു വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഈ സ്ത്രീ ഇട്ടിരുന്ന ആ ഒരു ലൈവ് കണ്ടിട്ട് റിയാക്ട് ചെയ്ത ഫസ്റ്റ് വ്യക്തി ഞാനാന്ന് തോന്നുന്നു. അതോ ഞാൻ അത് കഴിഞ്ഞിട്ടാണോ ചെയ്തത്, എനിക്കറിയില്ല. എന്താണെങ്കിലും ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ സ്ത്രീ ആ കുട്ടികളെ വെച്ച് പറഞ്ഞതിൽ അത് തന്നെയാണ് ഇപ്പൊ ഷെരീഫിന്റെ ഒരു പുതിയ വീഡിയോ, സെക്കൻഡ് ലാസ്റ്റ് വീഡിയോ കണ്ടതിൽ ഷെരീഫും അത് തന്നെയാണ് പറയുന്നത്. ഷാജിദ, നിങ്ങളത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ആണിയടി ആയിരിക്കും അത്. ഏറ്റവും വലിയ ആണിയടി. ഇത് ബാക്കിയുള്ളവരെ തെറി പറയുന്ന കണക്കോ ബാക്കിയുള്ളവരുടെ വീട്ടിൽ ചെന്ന് ബഹളം ഉണ്ടാക്കുന്ന കണക്കോ ഒന്നുമല്ല. പിള്ള കിഡ്സിനെ വെച്ചിട്ടുള്ള കളിയാണ്. അതിൽ നീ പെടും. എന്തായാലും നമുക്ക് ഷാജിദ ഇനി പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. വീട് അവനെന്താ പറഞ്ഞത്, ടൗണിലാണ് എന്റെ വീട്. ടൗണിൽ ഏതോ ഒരു കാട്ടുമുക്കിൽ വീടും കയറ്റി വെച്ചിട്ട് ഞാൻ അത് തെരഞ്ഞ് കണ്ടുപിടിക്കാൻ മടുത്തു. പിന്നെ അവന്റെ നാട്ടുകാർക്ക് തന്നെ മക്കളെ അവൻ അറിയണില്ല. ഇതാരെന്ന് അവന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. ഇത് ഞങ്ങളുടെ നാട്ടിലുള്ള ആളൊന്നല്ലല്ലോ, ഇത് ഫേക്കാണ്, ഇത് നിങ്ങളെ ഫേക്കാണ്. ഞാൻ ചിരിച്ചു മടുത്തു. അവന്റെ അടുത്ത്
അവന്റെ ആ പലചരക്ക് കട, അവിടുത്തെ ആൾക്കാര്, അതുപോലെ അവന്റെ തൊട്ടപ്പുറത്തുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോ ഇങ്ങനത്തെ ഒരാളെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല, ഇങ്ങനത്തെ ഒരാളൊക്കെ ഇവിടെ ഉണ്ടോന്ന് അവര് ചോദിക്കുന്നത്. ഷാജിദ, നിങ്ങളെപ്പോലെ നിങ്ങൾ താമസിക്കുന്ന നാട്ടിൽ ചിലപ്പോൾ നിങ്ങളുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും നിങ്ങളെ അറിയാമായിരിക്കും, ക്വൈറ്റ് ഫേമസ് ആണല്ലോ നിങ്ങൾ. പക്ഷെ എല്ലാവരെയും അതുപോലെ തന്നെ നാട്ടുകാരെല്ലാവരും അറിഞ്ഞിരിക്കണമെന്നുണ്ടോ? എൻ്റെയൊക്കെ നാട്ടിൽ ചിലപ്പോൾ ആൾക്കാർക്കൊന്നും എന്നെ വളരെ കുറച്ച് പേർക്ക് അറിയാൻ സാധ്യതയുള്ളൂ. കാരണം ഞാൻ നാട്ടുകാരുടെ കാര്യം നോക്കി പുറത്തിറങ്ങി തെറിയും പറഞ്ഞ് നടക്കുകയല്ല ചേച്ചി, മനസ്സിലായില്ലേ? എൻ്റെ ചാനൽ വഴി എൻ്റെ കുടുംബക്കാരെ തന്നെ തെറി പറഞ്ഞ് നടക്കുകയല്ല. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നാട്ടുകാരെല്ലാവരും അറിയും. എന്തിനധികം പറയും, ഈ ജില്ലക്കാർ മൊത്തം അറിയും. എന്തിനാ അങ്ങേ അറ്റത്ത് കിടക്കുന്ന നിങ്ങളെ നമ്മളൊക്കെ അറിയുന്നില്ലേ? അറിയും, ഭയങ്കര ഫേമസ് ആവും. പക്ഷെ സ്വന്തം വീട്ടിലെ കാര്യം നോക്കി നടക്കുന്ന ഒരാൾ, അയാളെ ചിലപ്പോൾ പുറത്ത്, അയാൾ യൂട്യൂബർ ആണെങ്കിൽ പോലും ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല. നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ ഷെറീഫും ചിലപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരാളായിരിക്കും, പുറത്തെങ്ങാണ്ടല്ലേ. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടുകാരോട്ടായിരിക്കും ഇരിക്കുന്നത്. അല്ല നാട്ടിലിറങ്ങി നാട്ടുകാരുടെ മൊത്തം തോളയിലിട്ട് കൈയിട്ട് നടക്കണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ ചേച്ചി അറിയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒറ്റ കേസ് കൊണ്ടാണ്, നല്ല കാര്യം കൊണ്ടൊന്നല്ലോ. റോഡിലോട്ട് ഇറങ്ങിയിട്ട് കുടുംബക്കാരുമായിട്ട് റോട്ടിൽ കിടന്നല്ലേ വഴക്ക്. അപ്പൊ പിന്നെ നാട്ടുകാരൊക്കെ അറിയാതിരിക്കുവോ? എല്ലാവരും അങ്ങനെ ആവണമെന്ന് നിർബന്ധമുണ്ടോ ഷാജിദ ഇത്ത? എനിക്ക് തോന്നുന്നില്ല. ബാക്കി അവനെ ഇളകി തുള്ളി ഇതാക്കിയിട്ട് ഞാൻ സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്ത്, സാറ് SP സാറ് എന്നോട് പറഞ്ഞ് വരട്ടെ. അപ്പോഴേക്കും അവൻ എത്തിയിട്ട് അവിടെ, അപ്പോഴേക്കും അവൻ സ്റ്റേഷനിലെത്തി ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്താണ് സാറിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. സാർ അവനോട് പറഞ്ഞു, നിന്റെ കാര്യങ്ങളും നിന്റെ വീട്ടിലത്തെ കാര്യങ്ങളും ഇടാം, മറ്റുള്ള പെൺകുട്ടികളുടെ കാര്യം അല്ലെങ്കിൽ മറ്റുള്ള ഒരു പേഴ്സന്റെ കാര്യം ഇടാൻ നിനക്ക് ഒരു അർഹതയില്ല. അത് നീ തോന്നിയ പോലെ വീഡിയോ ചെയ്യാനുള്ളതല്ല, അത് നിയമത്തിൽ എവിടെയും കാണിക്കുന്നില്ല. നിന്നോട് ആര് പറഞ്ഞിട്ടാ നീ ആ വീഡിയോ ചെയ്തത്? അല്ലെങ്കിൽ ആ സ്ത്രീ കഷ്ടപ്പെട്ടിട്ട് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളാണ്. അവരെ കുറിച്ച് തോന്നിയാസം നിന്റെ ആരുമല്ലല്ലോ. നീ എന്തിനാ മറ്റുള്ളവരുടെ തോന്നിയാസങ്ങൾ വിളിച്ച് നിന്റെ ലൈവിലിടാ അല്ലെങ്കിൽ നിന്റെ വീഡിയോസ് ഇടേണ്ട ആവശ്യം എന്താന്ന് അവൻ്റെ അടുത്ത് നല്ല നച്ചെന്ന് സാറ് ചോദിച്ചു. ഏത് സാറാണ് പ്രിയപ്പെട്ട ഷാജിദ അത് ചോദിച്ചത്? ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഏത് സാറാണ് അത് ചോദിച്ചത്? കാരണം എൻ്റെ അറിവിൽ അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകളൊക്കെയാണ് കേരള പോലീസിലുള്ളത്. അവർ ഈ ഒരു ചോദ്യം ചോദിക്കത്തില്ല. കാരണം ഒരാളുടെ തെറ്റ്, ഒരാൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ വീഡിയോ, ഏത് സാറാണോ പറഞ്ഞത് ആ സാറ് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. നിങ്ങളുടെ വീഡിയോ കാണുന്ന പോലീസുകാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ വിമർശിക്കുന്നവരോട് വീഡിയോ ഇടാതിരിക്കാൻ പറയില്ല. കാരണം അത്ര നല്ല കാര്യങ്ങളാണല്ലോ നിങ്ങളുടെ വീഡിയോയിലൂടെ നിങ്ങൾ മൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. തെറിയോ തെറി, വൃത്തികേടിൻ്റെ അങ്ങേ അറ്റം. ഷാജിദ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ ചാനലാണ്, നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതൊരു യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം, അതിനെപ്പറ്റി വല്ല ധാരണയുണ്ടോ നിങ്ങൾക്ക്? വല്ല ധാരണയുണ്ടോ? അവിടെ നിങ്ങൾ തോന്നിവാസം കാണിക്കുമ്പോൾ, തോന്നിവാസങ്ങൾ വിളിച്ചു പറയുമ്പോൾ, നിങ്ങളുടെ ഉമ്മയെ പറ്റിയാണെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾ വിമർശിക്കും അതിനെ ഇവിടെ പൂട്ടിയിടാനായിട്ട് ആർക്കും ഇവിടെ ഒരു നിയമവും ഇല്ല. ഷാജിദയ്ക്ക് നിയമത്തെ പറ്റി അറിയണമെങ്കിൽ ഒന്ന് പോയി തിരക്കുക, അപ്പൊ പറയും. ആരാണ് നിങ്ങളുടെ കൂടെ ഇത്തിരി നിയമം അറിയാവുന്ന ആളുള്ളത്, അവരോട് പോയി ചോദിക്കുക, തെറ്റുണ്ടോ? ഞാൻ ഇങ്ങനെ പല തോന്നിവാസങ്ങൾ വിളിച്ചു പറയുന്നു, അതൊക്കെ ആളുകളെടുത്ത് വിമർശിക്കുന്നു, അവർ ചെയ്യുന്നത് തെറ്റല്ലേ എന്നൊന്ന് പോയി ചോദിക്കുക. അപ്പൊ അവർ പറഞ്ഞു തരും നിങ്ങൾക്ക് ഞങ്ങളാണോ ചെയ്യുന്നത് തെറ്റ്, നിങ്ങൾ ചെയ്യുന്നതാണോ തെറ്റെന്നുള്ളത്. നിങ്ങളെ മോശമായിട്ട് ഏതെങ്കിലും വാക്ക് വിളിച്ചാൽ, ഇപ്പം ഈ ഒരു വ്യക്തി ഷെരീഫ് എന്ന് പറയുന്ന ആൾ നിങ്ങളെ വിളിച്ചു എന്ന് നിങ്ങൾ പറയുന്നുണ്ട്, ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ പേരിൽ കേസ് കൊടുക്കാം, ഒരു കുഴപ്പമില്ല, നിങ്ങൾ കേസ് കൊടുക്കുക. പക്ഷെ നിങ്ങളെ വിമർശിക്കരുത് എന്ന് പറയാൻ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അർഹതയില്ല. വിമർശിക്കുക തന്നെ ചെയ്യും. അതിന് ഓൾ റൈറ്റ്സ്, നിങ്ങൾക്ക് അതിന് ഒരു റൈറ്റും ഇല്ല നിങ്ങളെ വിമർശിക്കരുത് നിങ്ങൾ പറയാൻ. ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കാര്യം വന്ന് നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ ഒപ്പിയെടുത്ത് അത് വെച്ച് കണ്ടന്റ് ആക്കുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് കേസ് കൊടുക്കുന്നതിനകത്ത് കാര്യമുണ്ട്, നമ്മൾ നിങ്ങളുടെ കൂടെ നിൽക്കും. പക്ഷെ ഇത് അതല്ല നടക്കുന്നത്. നിങ്ങൾ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് നിങ്ങളുടെ ചാനലിലൂടെ? എല്ലാം പോട്ടെ, ഷാജിദ ഏതെങ്കിലും ഇപ്പം ഇത് ചോദിക്കുമ്പോഴേ നിങ്ങൾ പറയും നിങ്ങളുടെ സ്വന്തം ഉമ്മയല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, എനിക്ക് എൻ്റെ സ്വന്തം ഉമ്മയല്ല, എനിക്ക് ഇഷ്ടമുള്ള ചെയ്യും. നിങ്ങളുടെ സ്വന്തം ഉമ്മയാണ്, അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. സ്വന്തം ഉമ്മ ചട്ടിപ്പുറത്ത് നിൽക്കുന്ന ആരെങ്കിലും എടുത്തിടുവോ? ഏതെങ്കിലും ഒരു മകള് ചെയ്യുമോ? അങ്ങനെ ഒരു മകള് ചെയ്യുന്നത് കാണുന്ന നാട്ടുകാർ ഉറപ്പായിട്ടും വിമർശിക്കും. അതിനകത്തോട്ട് മറ്റേ തല പോഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ബാക്കി കേട്ടോ നിങ്ങളെ. ഞാൻ പിന്നെ എന്താ അറിയോ, DHSന്റെ പ്രശ്നം കാരണം തന്നെ ഞാൻ ഈ സ്റ്റേഷൻ കയറി ഇറങ്ങി എനിക്ക് മടുത്തു. അപ്പൊ ഞാൻ വിചാരിച്ചു നേരിട്ട് അവൻ്റെ അടുത്ത് പോയിട്ട് അവനോട് അടിച്ചിട്ട് ഇതാക്കാന്ന് വിചാരിച്ചു. അപ്പൊ അവൻ എന്നെ അടിക്കാൻ തന്നെ, അവന് കെട്ടിയോളെ പിടിച്ച് തല്ലട്ടെ, നല്ല ഉണ്ടല്ലോ ചരക്ക് നല്ല ഉണ്ടല്ലോ, നല്ല ചരക്ക് ഉണ്ട്, 2 പെൺകുട്ടി, വെറുതെ അല്ല പഠിച്ചോണ്ട് എനിക്ക് 2 പെൺകുട്ടികളെ. എന്തൊക്കെയാ ഈ സ്ത്രീ വിളിച്ചു പറയുന്നത്? നിങ്ങൾ ഈ പറയുന്ന ഒന്നും തെറ്റല്ലേ? നിങ്ങൾ വേറൊരു സ്ത്രീയെ പറ്റിയാണ് ഇപ്പൊ പറയുന്നത്, ഇത് തെറ്റല്ലായിരിക്കും അല്ലേ? അതെല്ലാം പോട്ടെ, DHSന്റെ എന്തോ കാര്യം നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ
വയ്യ എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഷാജിദ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വയ്യ, നിങ്ങളൊരു സ്ത്രീയാണ്, പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാതിരിക്കുന്നത് നല്ലത്. പക്ഷേ ഇതൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നിങ്ങളൊന്ന് സൂക്ഷിക്കണം. മനസ്സിലായില്ലേ? ഇതിപ്പോൾ നിങ്ങൾക്ക് കയറി ഇറങ്ങാനേ സമയം ഉണ്ടായിരിക്കത്തുള്ളൂ. കാരണം നിങ്ങൾക്കെതിരെ ഒരുപാട് കംപ്ലൈൻറ്റുകൾ ഇനിയും വരും. കാരണം നിങ്ങൾ ചെറിയൊരു കാര്യമല്ല ചെയ്തിരിക്കുന്നത്. 2 പൈതങ്ങളെ നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത രീതിയിൽ നിങ്ങൾ ആ പൈതങ്ങളെ പറഞ്ഞു. അതിൻ്റെ പേരിൽ നിങ്ങൾ അനുഭവിക്കും ഷാജിദ. അത് ചെറിയൊരു കാര്യമല്ല. നിങ്ങൾ ആരെയൊക്കെ പിടിച്ചാലും ആരുടെയൊക്കെ പുറകെ പോയെന്ന് പറഞ്ഞാലും അതിൻ്റെ പേരിലുള്ള കേസ് അത് പെട്ടെന്നൊന്നും അങ്ങോട്ട് തേഞ്ഞു മാഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അത് നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചോ, കേസ് വരുന്നുണ്ട്. ബാക്കി അവനിക്കിനി പെൺകുട്ടി തന്നെ കൊടുക്കണം. കാരണം എന്താ പറയുക, പെണ്ണുങ്ങളുടെ വില അവൻ അറിയണം. അതൊക്കെ വളർന്ന് വലുതായി അവൻ്റെങ്കിലും കൂടെ ഒളിച്ചോടുമ്പോഴാണ് അവനെ പഠിക്കുള്ളൂ. സ്ത്രീയെ നിങ്ങൾ എന്തൊക്കെയാ വിളിച്ച് പറയുന്നതെന്ന് വല്ല ധാരണയുണ്ടോ? ഇവർ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി സ്ത്രീയെ. നമ്മൾ ഇങ്ങനെ ഇരുന്ന് റിയാക്ട് ചെയ്തിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നില്ല. ഇവരെ അറിയാവുന്ന ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഇവരെന്തോരം വലിയ തെറ്റാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ഇവരുടെ മറ്റേ വീട്ടിലുണ്ടല്ലോ 5 പേര്, ആ 5 പേരെ നോക്കാൻ ആരും ഇല്ലാതെ ആയിപ്പോവും ഈ സ്ത്രീ ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ നിർത്തിയില്ലെങ്കിൽ. എന്നും ഇവർക്ക് അങ്ങ് രക്ഷപ്പെട്ടു പോകാം. ഈ 5 പിള്ളേരുടെ പേരും പറഞ്ഞ് രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതണ്ട. ഒരു തവണ ലോക്ക് വീഴും, ആ ലോക്കിൽ അകത്ത് പോകേണ്ട വരും, ഇല്ലെങ്കിൽ കുറെ കയ്യിൽ നിന്ന് കാശിറങ്ങും. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ ഷാജിദ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇനിയിപ്പോൾ പറയുന്ന എൻ്റെ നെഞ്ചത്തോട്ട് തെറി പറഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ല. ഞാൻ നിങ്ങളെ കണക്ക് മറ്റേ തെറി പറഞ്ഞ് നടക്കത്തില്ല. ഉള്ള കാര്യങ്ങൾ പിക്ക് ചെയ്തെടുത്ത് അങ്ങോട്ട് തരും, അത്രേ ഉള്ളൂ. അല്ലാതെ തെറി പറഞ്ഞ് മറ്റേ അല്ലെങ്കിൽ നേരിട്ട് ഓക്കെ. ഈ സോഷ്യൽ മീഡിയ വഴി എന്തിനാണ് സ്ത്രീയെ? നേരിട്ടാണെങ്കിൽ പോലും എന്തിനാണ്? നിങ്ങൾക്ക് കാര്യം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കാര്യം പറയുക. ഷെരീഫിൻ്റെ വീട്ടിലാണെങ്കിൽ പോയി കാര്യം പറ. ഇത് ചുമ്മാ കിടന്ന് ബാക്കി നമുക്ക് കാണാം. എടാ, പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എടാ എന്റെ കുടുംബത്തിൽ ഞാൻ എൻ്റെ ഉമ്മ, എൻ്റെ സിസ്റ്റേഴ്സ്, എൻ്റെ ബ്രദേഴ്സ്, അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറയും. അത് എൻ്റെ ഇഷ്ടമാണ്. എൻ്റെ വീഡിയോ എൻ്റെ ലൈവില് ഞാൻ പലതും ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ കുടുംബക്കാരുടെ വീഡിയോ, എൻ്റെ കാര്യങ്ങൾ ഞാൻ ഇടാനാണ് എൻ്റെ വീഡിയോസ്. അതിൽ ഇവൻ ഇടപെടും. എൻ്റെ ഉമ്മാന്റെ കാര്യം എടുത്തു. എന്താ ഇവന്റെ ഉമ്മയാണ് അല്ലെങ്കിൽ ഇവന്റെ കെട്ടിയോളുടെ ഉമ്മയാണ് എടുത്തിട്ടത്? എൻ്റെ ഉമ്മാന്റെ കാര്യം. ഫാമിലി വ്ളോഗേഴ്സിൻ്റെ നമുക്ക് അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടല്ലോ, ഫാമിലി വ്ളോഗിങ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ പോലും എനിക്ക് ഇവരെ ഉൾപ്പെടുത്താൻ തോന്നുന്നില്ല. ഞാൻ അത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞൊരു കാര്യമാണ്. ഇവരെ നമ്മൾ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും? ഫാമിലി വ്ളോഗിങ് ചെയ്യുന്ന ആളുകളാണ് സ്വന്തം കുടുംബത്തിലെ ആൾക്കാരെ പറ്റിയും എല്ലാം ഇങ്ങനെ കാണിക്കുന്നത്. അത് മോശം കാണിക്കുന്നവരും ഉണ്ട്, പക്ഷെ നല്ലത് കാണിക്കും, അതിൻ്റെ കൂട്ടത്തിൽ മോശം കാണിക്കും. അങ്ങനെ ആയിരിക്കും. ഈ മോശം മാത്രം ഇങ്ങനെ കാണിച്ച് ഇവർ കാണിക്കുന്നതൊക്കെ ഈ തെറിവിളിയും നേരത്തെ ഞാൻ പറഞ്ഞ ടൈപ്പ് ഓഫ് വീഡിയോസ് ഇടുക, ഇതൊക്കെ ആരെങ്കിലും ഇവിടെ ചെയ്യാറുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഒരു കാറ്റഗറി പോലും അവരിവിടെ അടുപ്പിക്കത്തില്ല. ഇവർ ഏത് പോലീസുകാരനോടാണ് ഇവരിങ്ങനെ പറഞ്ഞത്? സാറേ, ആ പോലീസുകാരൻ, എൻ്റെ പ്രിയപ്പെട്ട സാറേ, നിങ്ങൾ ഇവരുടെ ചാനൽ ഒന്ന് എടുത്ത് നോക്കാൻ മേലായിരുന്നു. ഇവർ പറയുന്നത് സത്യമാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല കേരള പോലീസ് അങ്ങനെ ഇവർ കണ്ടിട്ട് മിണ്ടാതിരിക്കുമെന്ന്. കാരണം ഇവരുടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവരെന്തൊക്കെയാണ് അതിനകത്ത് കാണിച്ചു വെച്ചേക്കുന്നതെന്ന്. ഇവർ മുഖ്യ വീഡിയോ വരെ ഉണ്ട് ഒരു ഉമ്മാൻ്റെ, അത് ഇവിടെ മിക്ക യൂട്യൂബേഴ്സിനും കിടപ്പുണ്ട്. അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ? ഷാജി, നിങ്ങൾ നിങ്ങളുടെ ഉമ്മയെ പറ്റി നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ചാനൽ വഴി എന്തും കാണിക്കാനുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾ തെറി പറയുക. പക്ഷെ അത് ബാക്കിയുള്ള ആളുകൾ കാണുന്നുണ്ട്. ആളുകൾ എന്താ നിങ്ങളുടെ ചാനൽ കണ്ണും പൊത്തിയിരിക്കണോ? നോട്ട് ഇൻട്രസ്റ്റ് കൊടുത്താലും ചില ആളുകളിലേക്ക് വീഡിയോ എത്തും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആളുകൾ ഇത് വരുമ്പോഴേ നിങ്ങളുടെ തെറിവിളിയാണ്. ഇത് കണ്ടിട്ട് എന്നിട്ട് മിണ്ടാതിരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇതെന്താ, കേരളം നിങ്ങളുടെയാണോ? നിങ്ങളുടെ തറവാട്ടുക സ്വത്താണോ കേരളം? അല്ലെങ്കിൽ യൂട്യൂബ്? ആരെന്ത് കണ്ടാലും മിണ്ടാതിരുന്നോണം? പൊന്നു ചേച്ചി, അതിവിടെ നടക്കത്തില്ല, മനസ്സിലായല്ലേ? ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണ്. ഇവിടെ വന്ന് പല തോന്നിവാസങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ സംസാരിക്കും. ഇല്ലെങ്കിൽ ആ തോന്നിവാസങ്ങൾ നിർത്തുക. ഇല്ലെങ്കിൽ നിങ്ങളൊരു മെമ്പർഷിപ്പ് വല്ല ലൈവോ ആയിട്ട് തുടങ്ങുക. ഞാൻ നല്ല ഐഡിയ പറഞ്ഞിരുന്നു, ഒരു മെമ്പർഷിപ്പ് ലൈവ് തുടങ്ങും. നിങ്ങൾ ഈ തെറി പറയുന്ന കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം അതിനകത്ത് വന്ന് കയറിയിരിക്കട്ടെ. അവിടെ വെച്ച് നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരെ വെച്ച് ഇരുന്നങ്ങ് പറ, കുഴപ്പമില്ല. ഇത് സാധാരണക്കാരിലേക്ക് ഈ വീഡിയോ എത്തുമ്പോൾ അവർ ചുമ്മാ ഒന്ന് ഓണാക്കി നോക്കുമ്പോൾ തന്നെ പിള്ളേരൊക്കെ എടുത്തിരിപ്പുണ്ടായിരിക്കും തെറിവിളിയും. ഇങ്ങനെയുള്ള പരിപാടികളാണ് സ്ത്രീയെ നിങ്ങൾ ചെയ്യുന്നത്. ഇവർക്ക് ആര് പറഞ്ഞു മനസ്സിലായി? ഇവർക്ക് എന്ത് ബോധം ഉണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് ബാക്കി കേൾക്കാം. അതിന് എന്റെ നാട്ടില് ഇവൻ മണ്ണാർക്കാട് നാട്ടിൽ കിടക്കണു, ഞാൻ എവിടെ പത്തിരിപ്പാലക്കാരിയാണ്. പത്തിരിപ്പാലക്കാരിന്റെ കുടുംബ പ്രശ്നം ഇവൻ എടുത്തിടേണ്ട ആവശ്യം എന്താ? പിന്നെ ഞാൻ വീഡിയോയിലൂടെ അവൻ ഇത്രയും വീഡിയോ ഉണ്ടാക്കണം. ഇവർക്ക് വിവരമില്ല എന്ന് ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ പറ, ഞാൻ കേൾക്കാം. ഇവർ ചോദിക്കുന്ന ചോദ്യം കേട്ടോ. ഞാൻ പത്തിരിപ്പാലംകാരിയാണ്, അവൻ മണ്ണാർക്കാടാരനാണ്, അവൻ ആരാണ് എന്നെ പറ്റി വിമർശിക്കാൻ? എൻ്റെ വീഡിയോ എന്താ ഇവരോട് മറുപടി പറയണ്ടേ? എനിക്കതാ മനസ്സിലാവാത്തത്. എന്താ ഇവരോട് മറുപടി പറയുക?
പ്രിയപ്പെട്ട ഷാജി നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ വിവരക്കേടായി വിളിച്ച് പറയുന്നത് നിങ്ങൾക്കറിയാവോ? സ്ഥലം വെച്ചിട്ടാണോ നമ്മൾ റിയാക്ട് ചെയ്യുന്നത്? നിങ്ങളുടെ നാട്ടിലുള്ളവർക്ക് മാത്രമേ നിങ്ങളെ പറ്റി പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ പഞ്ചായത്തിലുള്ളവർക്ക് മാത്രമേ നിങ്ങൾ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ യൂട്യൂബ് വഴി കണ്ടു കഴിഞ്ഞാൽ വിളിച്ച് പറയാൻ പറ്റത്തുള്ളൂ. അല്ല, അറിയാൻ പാടില്ല. ചേച്ചി അങ്ങ് അമേരിക്കയിൽ നിന്ന് വരെ നിങ്ങളുടെ ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ വിളിച്ച് തെറി പറയും, ട്രംപണ്ണൻ. മനസ്സിലായോ? അങ്ങനെ വരെ വേണമെങ്കിലും സംഭവിക്കും. അതിലൊന്നും നിങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി കാണാം. അവനാണ് എന്നിട്ട് അവന്റെ നാട്ടുകാർക്ക് തന്നെ അവന് വെറുപ്പാണ്. എൻ്റെ അടുത്ത് കാണുന്നവരൊക്കെ എന്താ പറഞ്ഞറിയോ, നന്നായുള്ളൂ. അവന്റെ വീട്ടിൽ പോയത് അവനിക്ക് ഇട്ട് കൊടുത്തത് നന്നായുള്ളൂ. എൻ്റെ അടുത്ത് കണ്ടവരൊക്കെ പറഞ്ഞു ഷാജി അത് എന്തായാലും കലക്കി, അവനിക്ക് ഇട്ട് 2 കൊടുക്കണം. പ്ലീസ് ഷാജിയോട് ഇത് പറഞ്ഞ ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭയങ്കര ഷാജിയെ ഭയങ്കര തലേ വെക്കുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കുമല്ലോ. നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും ബോധം ഉണ്ടെങ്കിൽ, ഇച്ചിരിയെങ്കിലും വിവരം ഉണ്ടെങ്കിൽ, സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീയോട് പറഞ്ഞ് മനസ്സിലാക്കി ഇവരെന്താ ചെയ്ത് കാണിക്കുന്നതെന്ന്. പ്ലീസ്, എന്താ ഇവർ ചെയ്ത് കാണിക്കുന്നത്? ഇവരെ ആരെയെന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ, ചാനലിലൂടെ ആരെ തെറി പറയും, എന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ, അവരുടെ കുടുംബക്കാരെ തെറി പറയും, എന്താ വെച്ചാൽ കാണിച്ചോട്ടെ. പക്ഷേ പൈതങ്ങളെ അവരെ വെച്ച് ഇവർ ഉപമിക്കുന്ന ചില സാധനങ്ങൾ കഴിഞ്ഞ ദിവസം ഷെരീഫിൻ്റെ വീട്ടിൽ പോയപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. ഇങ്ങനെയുള്ള പരിപാടി അത് വലിയ തെറ്റാണെന്ന് മാത്രം ഈ സ്ത്രീയെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ പറ്റുന്നവർ ഒരു കാര്യം ചെയ്യുക, റിപ്പോർട്ട് അടിച്ചങ്ങ് പൂട്ടിക്കുക ഈ സാധനത്തിന്. അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കി ഇനിയും കേൾക്കാം. അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് എത്ര ആൾക്കാരാണ് അറിയോ എന്നോട് പറയുന്നത്. അതുപോലെ മെസ്സേജിലൂടെ ഷാജി അത് നന്നായുള്ളൂ, ഷാജി അത് നന്നായി. അവന്റെ കെട്ടിയോളുണ്ട്, 2 പെൺകുട്ടികളുണ്ട്, തള്ളുണ്ട്, തന്തക്കളവനുണ്ട്. എന്താ ഇവരൊക്കെ വീഡിയോ പ്രദർശിപ്പിച്ചൂടെ? അല്ലെങ്കിൽ അവനെ കേട്ടിയുള്ള അഴിച്ചിട്ടുള്ള വീഡിയോ അവനിക്ക് പ്രദർശിപ്പിച്ചൂടെ? അവനിക്ക് റീച്ച് കിട്ടട്ടെ. അവന് നമ്മുടെ പേര് പറയുമ്പോഴേക്കും അല്ലെങ്കിൽ നമ്മളെ 4 കുറ്റം പറയുമ്പോഴേക്കും അവനിക്ക് റീച്ചാണ്, നല്ല റീച്ചാണ്. പണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും. അങ്ങനെ നീ പണത്തിന് വേണ്ടി എന്ത് ചെയ്യാനേ നീ കേട്ടിയുള്ള കൂടെ കിടക്കുന്ന വീഡിയോ അങ്ങോട്ട് ഇടുക. ഇപ്പൊ ദുബായിൽ നിന്ന് വന്നാണല്ലോ, നല്ല കിട്ടും, അതങ്ങോട്ട് ഇടുക. അതുപോലെ തന്നെ അഴിച്ചിട്ടിട്ടുള്ള, നീ എന്നോട് പോ, അഴിച്ചിട്ടിട്ടുള്ള വീഡിയോ ഇടുക. നല്ല റീച്ചാടാ. അതിന് നിനക്ക് നല്ല ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറേ മണ്ണാർക്കാട്ടത്തെ ആൾക്കാർ എല്ലാ കൂട്ടുകാരന്മാരും നീ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുക. എന്നിട്ട് നീ നിന്റെ കെട്ടുകളെ അങ്ങോട്ട് തുറന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക. അടിപൊളി. നിനക്ക് ലക്ഷങ്ങളല്ല കോടികൾ സമ്പാദിക്കാം നിനക്ക് ഈ യൂട്യൂബിലൂടെ. ഇവരുടെ തന്നെ സ്വന്തം പൈതൽ അവിടെ പുറകെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഓടിച്ചു വിടുന്നുണ്ട് അതിനെ. ഈ പറച്ചിൽ തുടങ്ങിയതിന് ശേഷം എന്തൊക്കെയാ സ്ത്രീയെ നിങ്ങൾ വിളിച്ചു പറയുന്നത്? എന്തൊക്കെ? സൈബർ സെല്ലിലെ ആൾക്കാരൊന്നും ഇതൊന്നും കാണുന്നില്ല. എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. ആർക്കും ഇതിനൊരു തടയിടാൻ പറ്റുന്നില്ല. എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. ഇവരെയൊക്കെ നിയമപാലകരെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇവരെ ഒന്നും സപ്പോർട്ട് ചെയ്യില്ല. ഇവരെ പോലുള്ളവരെ നിങ്ങൾ പൂട്ട്, അതിന് നിങ്ങൾ മുന്നിട്ടിറങ്ങ്. എന്തൊക്കെയാണ് ഈ സ്ത്രീ വിളിച്ചു പറയുന്നത്? വേറൊരു സ്ത്രീയെ പറ്റിയാണ് ഈ സ്ത്രീ പറയുന്നത്. സ്ത്രീകൾക്ക് എന്താ, സ്ത്രീകളെ പറ്റി എന്തും പറയാവോ? ഇവിടെ ഒരു പുരുഷൻ സ്ത്രീയെ പറ്റി പറഞ്ഞാൽ മാത്രമാണോ കുഴപ്പം? സ്ത്രീകൾക്ക് സ്ത്രീകളെ പറ്റി എന്ത് വൃത്തിയാണ് ഈ സ്ത്രീ പറയുന്നത്? കേട്ടിട്ട് നമുക്ക് അറപ്പ് തോന്നുന്നു. സ്ത്രീയെ നിങ്ങൾ എങ്ങനെ, ചുമ്മാതല്ല നിങ്ങൾ ഒറ്റയ്ക്കായി പോയത്, കേട്ടിട്ട് തന്നെ എന്തോ പോലെ. അപ്പൊ ആ സ്ത്രീ, ഇവരാരെ പറ്റിയാണോ പറയുന്നത്, ആ സ്ത്രീയും ആ ഷെരീഫ് എന്ന് പറയുന്ന വ്യക്തിയാക്കി ഇത് കേട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ ഷാജിദ, നിങ്ങളെപ്പറ്റി ഈ ഷെരീഫ് എന്ന് പറയുന്ന വ്യക്തി വളരെ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കുക, പൂട്ടിക്കുക അവനെ. ഓക്കെ, നല്ല കാര്യം ചെയ്തോ നിങ്ങൾ. പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങളും പെടും, ഇല്ലെങ്കിൽ നിങ്ങൾ പെടണം. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പെടണം. ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ ഇനി നിങ്ങൾ പറയരുത്. ഞാൻ ഈ പറഞ്ഞത് മൊത്തം എൻ്റെ അഭിപ്രായമാണ്. ഷെരീഫ്, എനിക്ക് തോന്നുന്നില്ല ഷെരീഫ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. കളിയാക്കുന്നതൊക്കെ ഞാൻ കണ്ടു. ഒരു വീഡിയോ ഞാൻ ഷെരീഫിനെ കണ്ടിട്ടുള്ളൂ, ഞാൻ മൊത്തം ഒന്നും കണ്ടിട്ടില്ല. അതിനകത്തൊക്കെ ഞാൻ അങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിച്ച് കണ്ടിട്ടില്ല. ഓക്കെ, എന്തായാലും ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എന്താണെങ്കിലും പറയാതെ പോകരുതേ, പറയണേ. ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.